നിയുക്ത മന്ത്രി ഒ.ആർ. കേളു ന്യൂസ് മലയാളത്തോട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. നിയുക്ത മന്ത്രി ഒ.ആർ. കേളു ആണ് ന്യൂസ് മലയാളത്തിനോടൊപ്പം ഇപ്പോൾ ചേരുന്നത്. വയനാട്ടിൽ നിന്നൊരു മന്ത്രി വരികയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ ഇത്ര നേരം എല്ലാവരോടും പറഞ്ഞു. ഇപ്പോൾ ഈ വിഭാഗത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, അത് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളും അവരുടെ ക്ഷേമ പദ്ധതികളും തന്നെയാണ്. അപ്പോൾ ക്ഷേമ പദ്ധതികൾക്കും അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്കും അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിനും ഈ ഗവൺമെൻറ് ഊന്നൽ കൊടുത്ത അത്തരം കാര്യങ്ങളാണ്. അപ്പോൾ അത് ശക്തിപൂർവ്വം നടപ്പാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മുൻ മന്ത്രി കോളനി പോലുള്ള പരിഷ്കരിക്കേണ്ട സമൂഹത്തിലുള്ള കുറേ വാക്കുകളിൽ മാറ്റം വരുത്തിയിട്ടാണ് കടന്നു പോയിരിക്കുന്നത്. അങ്ങ് വരുന്ന സമയത്ത് തന്നെ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങളും ഇല്ല, അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട. ഈ വകുപ്പ് മന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ആ വകുപ്പിനെ പറ്റി കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങൾ പരിശോധിക്കാം. വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വന്യജീവി ശല്യമാണ് പ്രധാന പ്രശ്നമായി വരുന്നത്. അതിനെ എങ്ങനെയൊക്കെ പരിഹരിക്കാം എന്നാണ് താങ്കൾ കരുതുന്നത്? അത് ഇതന്നെ ഞാൻ പറഞ്ഞാൽ, ഒരു മന്ത്രി മാത്രം വിചാരിച്ചാൽ വന്യമൃഗത്തെ പ്രതിരോധിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. ഒരു കേരള ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ സാധിക്കുമോ? സാധിക്കില്ല. അത് ഇപ്പോൾ ലോകം ശാസ്ത്രീയപരമായിട്ട് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്, ലോകം തന്നെ. ആ സാഹചര്യത്തിൽ ഈ മേഖലയിൽ, ഈ വന്യമൃഗ മേഖലയിൽ കാലാനുസൃതമായിട്ടുള്ള നിർമ്മാണങ്ങൾ വേണമെന്നുള്ളതാണ് വ്യക്തിപരമായി MLA എന്ന നിലയ്ക്കും ഒക്കെ എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ 72 ആണല്ലോ വന്യമൃഗ സംരക്ഷണ നിയമം ഇന്ത്യയിൽ നടപ്പാക്കിയിട്ടുള്ളത്. അപ്പോൾ 72 കൊണ്ടുവന്നിട്ടുള്ള ആ വന്യമൃഗ സംരക്ഷണ നിയമത്തിൽ കാലാനുസൃതമായി ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ സമയമായി. അതിന് കേന്ദ്ര ഗവൺമെൻറ് മനസ്സിൽ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ശാശ്വതമായിട്ട് ഈ വന്യമൃഗ ശല്യത്തിൽ നിന്ന് നമുക്ക് പടിപടിയായിട്ട് മോചിക്കാൻ സാധിക്കുകയുള്ളൂ. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. വയനാട്ടിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇതാ CPM-ന് വയനാട്ടിലൊരു മന്ത്രി കൂടി വരിക. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ അല്പം കൂടി CPM-ലേക്ക് ഈ മന്ത്രിസ്ഥാനം വോട്ട് വർധനവ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ഇപ്പോൾ അറിയാലോ, പിന്നെ വയനാട് പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുന്നത് UDF-ൻ്റെ ഒരു മണ്ഡലമാണല്ലോ. UDF-ൻ്റെ ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധിയാണ് മത്സരിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആനി രാജിയായിരുന്നു. നല്ല ഫൈറ്റിംഗാണ് നടന്നത്. പക്ഷേ മുൻപ് രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷത്തിൽ നിന്ന് 1 ലക്ഷത്തോളം വോട്ട് നമുക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുറയ്ക്കാൻ വേണ്ടി സാധിച്ചു. അതാണ് വയനാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിക്കും. മന്ത്രിയാകുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ആവേശം ഉണ്ടാവില്ല. ആ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. എല്ലാവിധ ആശംസകളും.